ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. ന്യൂ ടോപ്പിക്, ദാറ്റ് ഈസ് വൈൻഡിങ് അപ്പ്. എന്താണ് വൈൻഡിങ് അപ്പ്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി? സാധാരണ വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ലൈഫ് എൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് വൈൻഡിങ് അപ്പ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബിസിനസ്സിൻ്റെ എല്ലാ അസറ്റും വിൽക്കും, എന്നിട്ട് ലാബിലിറ്റീസ് എന്ത് ചെയ്യും? പേ ഓഫ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഒരു നമുക്കറിയാം, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് കമ്പനീസ് ആക്ട്, അണ്ടർ കമ്പനീസ് ആക്ട് പ്രകാരമാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കമ്പനി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ടും പെർപെച്വൽ സെക്ഷൻ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ലൈഫ് ഉണ്ടാകും, അല്ലേ? ഒരു ഷോർട്ട് ഡ്യൂറേഷൻ എന്നല്ല, അത്യാവശ്യം ലോങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഇറ്റ് കനോട്ട് ബി പുട്ട് ടു എൻഡ് എക്സെപ്റ്റ് ബൈ വൈൻഡിങ് അപ്പ്. കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല? വൈൻഡിങ് അപ്പ് ചെയ്യാൻ പറ്റില്ല. അത് എൻഡ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴൊക്കെ ഒഴികെ ഒന്ന് വൈൻഡിങ് അപ്പ് ചെയ്യാം. അതേപോലെ റിമൂവൽ ഫ്രം രജിസ്റ്റർ ഓഫ് നെയിം ഓഫ് കമ്പനീസ്, അല്ലെങ്കിൽ സ്കീം ഓഫ് മെർജർ ഓർ അമാൽഗമേഷൻ. ഇങ്ങനെ ഈ മൂന്ന് പ്രോസസ്സിലൂടെയാണ് കമ്പനിയുടെ ലൈഫ് എന്ത് ചെയ്യുക? എൻഡ് ചെയ്യുക. ഒന്നിരിക്കും വൈൻഡിങ് അപ്പ്, അല്ലെങ്കിൽ രജിസ്റ്ററിൽ നിന്ന് അതിന്റെ പേര് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അമാൽഗമേഷൻ, മെർജർ, ഈ പ്രോസസ്സിലൂടെ. അങ്ങനെയാണ് കമ്പനിയുടെ ലൈഫ് എന്ത് ചെയ്യുക? എൻഡ് ചെയ്യുന്നത്. അല്ലാതെ കമ്പനിയുടെ ലൈഫ് എന്ത് ചെയ്യില്ല? എൻഡ് ചെയ്യില്ല. വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ലൈഫ് ഓഫ് എ കമ്പനി ഈസ് എൻഡ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടി ഈസ് അഡ്മിനിസ്ട്രേഡ് ഫോർ ബെനിഫിറ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആൻഡ് മെമ്പേഴ്സ്. ഓക്കെ, അതാണ് മീനിങ് ഓഫ് വൈൻഡിങ് അപ്പ്. അപ്പൊ വൈൻഡിങ് അപ്പ് സാധാരണ കമ്പനി എന്താണ്? കമ്പനിയുടെ ലൈഫ് എന്താണ്? എൻഡ് ചെയ്യാനുള്ള പ്രോസസ്സാണ്. Winding up of the company is a stage when the business of company is dissolved. എന്നിട്ട് all assets of the company are realized. The money is distributed among the creditors and shareholders of the company. അപ്പോൾ കമ്പനിയുടെ ലൈഫ് എൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുക. അപ്പൊ കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ എല്ലാ അസറ്റും എന്ത് ചെയ്യും? വിൽക്കും. എന്നിട്ട് ആ അസറ്റ് വിറ്റ കാശ് കൊണ്ട് ലാബിലിറ്റീസ് എന്ത് ചെയ്യും? പേ ഓഫ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണെന്ന് പറയുന്നത് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ടൈപ്പ് വൈൻഡിങ് അപ്പ് ആണുള്ളത്. ഒന്ന് വൈൻഡിങ് അപ്പ് ബൈ ദി ട്രിബ്യൂണൽ ആൻഡ് സെക്കൻഡ് വൺ വോളണ്ടറി വൈൻഡിങ് അപ്പ്. അപ്പൊ സാധാരണ ഈ രണ്ട് ടൈപ്പാണ്. എന്തൊക്കെ കാരണങ്ങൾക്ക് ഉണ്ടാവാം ഒരു കമ്പനി എന്ത് ചെയ്യുന്നത്? വൈൻഡിങ് അപ്പ് ചെയ്യുന്നത്. കമ്പനിയുടെ ലൈഫ് എൻഡ് ചെയ്യാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? വൈൻഡിങ് അപ്പ് ചെയ്യാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? ചിലപ്പോൾ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന്റെ ലക്ഷ്യം, മെയിൻ എയിം, കമ്പനിയുടെ മെയിൻ പർപ്പസ്, മെയിൻ ഒബ്ജക്റ്റീവ് ചിലപ്പോൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവാം. ഇനി കമ്പനിക്ക് വേറെ ഒബ്ജക്റ്റീവ് ഒന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? വൈൻഡിങ് അപ്പ് ചെയ്യും. ഇനി അതല്ല, കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് കമ്പനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യും. ഇനി ചിലപ്പോ കമ്പനിയുടെ ബിസിനസ് വേറൊരു കമ്പനിക്കോ അല്ലെങ്കിൽ വേറൊരു ഇൻഡിവിജ്വലിനോ എന്ത് ചെയ്യാം? ആ ബിസിനസ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? വൈൻഡിങ് അപ്പ് ചെയ്യും. ഇനി അതല്ല, ലാസ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പനിയുടെ ഡെപ്റ്റ് കമ്പനിക്ക് കൊടുത്തു വീട്ടാൻ പറ്റാത്ത സിറ്റുവേഷനിലും കമ്പനി എന്ത് ചെയ്യും? വൈൻഡിങ് അപ്പിലേക്ക് പോകും. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഡിഫറെന്റ് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ്. ഫസ്റ്റ് വൺ വൈൻഡിങ് അപ്പ് ബൈ ദി ട്രിബ്യൂണൽ ആൻഡ് സെക്കൻഡ് വൺ വോളണ്ടറി വൈൻഡിങ് അപ്പ്. വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മെമ്പേഴ്സ് റിക്വസ്റ്റ് മുഖേന വൈൻഡിങ് അപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന്റെ റിക്വസ്റ്റ് മുഖേന വൈൻഡിങ് അപ്പ് ചെയ്യാം. Okay, so first one, what is voluntary winding up? Voluntary winding up by the tribunal.
Okay, that means compulsory winding up. Voluntary വൈൻഡിങ് അപ്പ് ബൈ ദി ട്രിബ്യൂണൽ അല്ലെങ്കിൽ കമ്പൽസറി വൈൻഡിങ് അപ്പ് എന്ന് പറയും. ഇത് ട്രിബ്യൂണൽ ആണ് എന്ത് ചെയ്യുന്നത്, വൈൻഡിങ് അപ്പ് ചെയ്യുന്നത്. വൈൻഡിങ് അപ്പ് എ കമ്പനി ബൈ ആൻ ഓർഡർ ഓഫ് ദി ട്രിബ്യൂണൽ ഈസ് നോൺ ആസ് കമ്പൽസറി വൈൻഡിങ് അപ്പ്. അപ്പോൾ ട്രിബ്യൂണൽ മുഖേനയാണ് ഒരു കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് പറയും, കമ്പൽസറി വൈൻഡിങ് അപ്പ് എന്ന് പറയും. ഓക്കെ, ഇനി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, winding up. These are the grounds for compulsory winding up. The circumstances or grounds upon which a company may be wound up by tribunals. കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, അപ്പൊ എന്തെല്ലാം കാരണങ്ങൾ, സർക്കംസ്റ്റാൻസസ് കൊണ്ടാണ് ഒരു കമ്പനി എന്ത് ചെയ്യുക, വൈൻഡിങ് അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. സ്പെഷ്യൽ റെസൊല്യൂഷൻ. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കമ്പനിയിലെ മെമ്പേഴ്സ് കൂടി തീരുമാനിക്കുകയാണ്, ആനുവൽ ജനറൽ മീറ്റിംഗിൽ തീരുമാനിക്കുകയാണ് കമ്പനി എന്ത് ചെയ്യുന്നു, വൈൻഡിങ് അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു, സൂപ്പർ മെജോറിറ്റി അല്ലെ, 75% അല്ലെങ്കിൽ 3/4 മെമ്പേഴ്സ് എന്ത് ചെയ്യണം, അതിനെ ആക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു. ആനുവൽ ജനറൽ മീറ്റിംഗിൽ ഒരു റെസൊല്യൂഷൻ പാസ്സായി, കമ്പനി ട്രിബ്യൂണലിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് വൈൻഡിങ് അപ്പ് ചെയ്യാം. അങ്ങനെ കമ്പനിക്ക് എന്ത് ചെയ്യാം, വൈൻഡിങ് അപ്പ് ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ, ഡിഫോൾട്ട് ഇൻ ഹോൾഡിംഗ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ഇപ്പൊ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീറ്റിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്നുള്ളത്. ഇപ്പൊ കമ്പനി മസ്റ്റ് ഹോൾഡ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് വിത്തിൻ 6 months ഫ്രം ദി ഡേറ്റ് ഓൺ വിച്ച് കമ്പനി ഈസ് എൻറ്റൈറ്റിൽഡ് ടു കമൻസ് ഇറ്റ് ബിസിനസ്. ഓക്കെ, കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 6 months എന്ത് ചെയ്യണം, സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ത് ചെയ്യണം, വെക്കണം. അങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് വെക്കാൻ ഫെയിലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രിബ്യൂണൽ എന്ത് ചെയ്യും, കമ്പനി എന്ത് ചെയ്യും, വൈൻഡിങ് അപ്പ് ചെയ്യാൻ കൊടുക്കും. അപ്പം if company make default in holding a statutory meeting or in delivery of a statutory report, the court may order winding up of the company. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് വെക്കാൻ ഫെയിലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കോർട്ട് എന്ത് ചെയ്യും, വൈൻഡിങ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കും. ദ നെക്സ്റ്റ് വൺ, ഫെയിലിയർ ടു കമൻസ് ബിസിനസ്. ബിസിനസ് എന്ത് ചെയ്യാന്ന്, കമൻസ് ചെയ്യാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ത് ചെയ്തു, ഫെയിലിയർ ആയി. അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, കമ്പനിക്ക് കോടതി എന്ത് ചെയ്യും, ഓർഡർ കൊടുക്കും കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യാൻ. ഓക്കെ, ദെൻ തേർഡ് വൺ, റിഡക്ഷൻ ഓഫ് മെമ്പേഴ്സ്. സാധാരണ ഒരു കമ്പനി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം റിക്വയർമെന്റ് ഓഫ് ഡയറക്ടേഴ്സ്, പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 2, പബ്ലിക് കമ്പനി ആണെങ്കിൽ 7. അപ്പോൾ ഈ കേസിൽ മെമ്പേഴ്സ്, ഈ മിനിമം റിക്വയർമെന്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഇല്ലാത്ത സിറ്റുവേഷനിൽ അല്ലേ, അങ്ങനത്തെ സിറ്റുവേഷനിൽ ചിലപ്പോൾ കമ്പനിക്ക് എന്താവും, വൈൻഡിങ് അപ്പിലേക്ക് പോകേണ്ടി വരും. ദ നെക്സ്റ്റ് വൺ, ഇനബിലിറ്റി ടു പേ ഡെപ്റ്റ്. ഇനബിലിറ്റി ടു പേ ഡെപ്റ്റ് മീൻസ് കമ്പനിക്ക് കമ്പനിയുടെ ഡെപ്റ്റ് കൊടുത്തു വീട്ടാൻ പറ്റാത്ത സിറ്റുവേഷനിലും കമ്പനി എന്തിലേക്ക് പോകേണ്ടി വരും, വൈൻഡിങ് അപ്പിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, അപ്പൊ ഒരു പേഴ്സണ് ലോൺ കമ്പനിക്ക് കാശ് കൊടുത്തിട്ടുണ്ട്. കമ്പനി ഒരു ക്രെഡിറ്റർ ഉണ്ട്. ആ ക്രെഡിറ്ററിന് 1 lakh കൊടുക്കാനുണ്ട്. അപ്പൊ ക്രെഡിറ്റർ കമ്പനിയോട് ചോദിച്ചു, എനിക്ക് ആ ഫണ്ട് എന്ത് ചെയ്യണം, വേണം. കമ്പനി വിത്തിൻ 21 days ഉള്ളിൽ ആർക്ക് കൊടുക്കണം, ക്രെഡിറ്ററിന് വിത്തിൻ 3 weeks ഓർ 21 days ഉള്ളിൽ ആ ക്ലെയിം എന്ത് ചെയ്യണം, സെറ്റിൽ ചെയ്യണം. അങ്ങനെ ക്ലെയിം സെറ്റിൽ ചെയ്തിട്ടില്ല എങ്കിൽ കോടതി എന്ത് ചെയ്യും, ഓർഡർ കൊടുക്കും അത് സെറ്റിൽ ചെയ്യാൻ. അങ്ങനെ കോടതി പറഞ്ഞു സെറ്റിൽ ചെയ്യാൻ. അപ്പൊ 21 ദിവസത്തിനുള്ളിൽ സെറ്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ കോടതിയിലേക്ക് പോകും. കോടതി അത് കൊടുത്തു വിട്ടാൻ പറഞ്ഞു. അപ്പൊ എന്നിട്ടും കമ്പനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ
കമ്പനിയുടെ കയ്യിൽ എബിലിറ്റി ഇല്ല എങ്കിൽ, അത് ഡെപ്റ്റ് പേ ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല എങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചിലപ്പോൾ ട്രിബ്യൂണൽ എന്ത് ചെയ്യും, വൈൻഡിങ് അപ്പ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് പോയിന്റ് ആണ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ. ഓക്കെ, the tribunal may consider it just and equitable that the company should be wound up if it is that the opinion. എന്നുവെച്ചാൽ കുറച്ച് കാരണങ്ങൾ കൊണ്ട് കമ്പനി എന്ത് ചെയ്യാം, വൈൻഡിങ് അപ്പ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ലോസ് ഓഫ് സബ്സ്ട്രാറ്റം. ലോസ് ഓഫ് സബ്സ്ട്രാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റിൽ നിന്ന്, കമ്പനി തെന്നി മാറുകയോ അല്ലെങ്കിൽ കമ്പനി ഫെയിൽ ആവുകയോ അല്ലെങ്കിൽ ആ മെയിൻ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കോ അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ ഒബ്ജക്റ്റോ എന്താണ് കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റ്, അത് കമ്പനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, കമ്പനി വൈൻഡിങ് അപ്പിലേക്ക് പോകേണ്ടി വരും. ട്രിബ്യൂണൽ എന്നും ചിലപ്പോൾ വൈൻഡിങ് അപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ്, ഇമ്പോസിബിൾ ടു ക്യാരി ഓൺ ദി ബിസിനസ് ചിലപ്പോൾ ക്യാരി ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ. ദെൻ എക്സിസ്റ്റിംഗ് അസറ്റ് ആൻഡ് റിസോഴ്സസ് ആർ ഇൻസഫിഷ്യന്റ്. എക്സിസ്റ്റിംഗ് അസറ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള അസറ്റ് അതിന്റെ ലാബിലിറ്റിയേക്കാൾ കൂടുതലാണ്, ലാബിലിറ്റി ആണ് കൂടുതൽ, അസറ്റ് എന്താണ് കുറവാണ്. അപ്പൊ ആ ഉള്ള അസറ്റ് കൊണ്ട് ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, റൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും. ഡെഡ്ലോക്ക് ഇൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ, ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിക്ക് 10 ഡയറക്ടേഴ്സ് എന്ന് വിചാരിക്കാം. 4 ആള് ഒരു ഗ്രൂപ്പ്, 5 പേര് ഒരു ഗ്രൂപ്പ്, 5 പേർ വേറെ ഗ്രൂപ്പ്. അപ്പൊ ഒരു റെസൊല്യൂഷൻ പാസ്സാവുക, ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ 5 ആൾക്കാർ യെസ് പറയുന്നു, 5 ആൾക്കാർ നോയും പറയുന്നു. എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് ഡെഡ്ലോക്ക് ഇൻ ദി മാനേജ്മെന്റ്. ദെൻ ഫ്രോഡ്ലന്റ് പർപ്പസ്, എന്തെങ്കിലും ഫ്രോഡ്ലന്റ് പർപ്പസിലൂടെ ആണെന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനത്തെ ഈ സിറ്റുവേഷനിലൊക്കെ എന്ത് ചെയ്യും, കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യും. ട്രിബ്യൂണൽ മുഖേന എന്ത് ചെയ്യും, കമ്പൽസറി വൈൻഡിങ് അപ്പിലേക്ക് പോകും. ദ നെക്സ്റ്റ് വൺ, ഡിഫാൾട്ട് ഇൻ ഫയലിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓർ ആനുവൽ റിട്ടേൺ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ബാലൻസ് ഷീറ്റോ ആനുവൽ റിട്ടേൺ ഒക്കെ രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എവിടെ സബ്മിറ്റ് ചെയ്യണം, രജിസ്ട്രാറിൽ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ അങ്ങനത്തെ സിറ്റുവേഷനിൽ എത്ര വർഷത്തെ, 5 വർഷത്തെ ആനുവൽ റിട്ടേണും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിലും ഒക്കെ എവിടെ ഫയൽ ചെയ്യണം, രജിസ്ട്രാറിൽ എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം. അത് ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനി കോടതി എന്ത് ചെയ്യും, വൈൻഡിങ് അപ്പ് ചെയ്യാൻ പറയും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ആക്ടഡ് അഗെയിൻസ്റ്റ് സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ചിലപ്പോൾ കമ്പനിയുടെ ഇന്ത്യയുടെ ആ ഒരു ഇന്റഗ്രിറ്റിക്കോ അല്ലെങ്കിൽ കമ്പനിയുടെ സെക്യൂരിറ്റി ഓഫ് ദി സ്റ്റേറ്റിന്റെ സെക്യൂരിറ്റിക്കോ വിപരീതമായിട്ടോ അല്ലെങ്കിൽ ഡിസെൻസി ആൻഡ് മൊറാലിറ്റിക്കെതിരെയൊക്കെ ആയിട്ട് ഒരു കമ്പനി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ കമ്പനി എന്ത് ചെയ്യും, കമ്പൽസറി വൈൻഡിങ് അപ്പിലേക്ക് പോകേണ്ടി വരും. ദെൻ നെക്സ്റ്റ്, സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലാബിലിറ്റീസ് കൂടുതലാണ്, ചിലപ്പോൾ കുറെ ഡെപ്റ്റ് ഉണ്ടാവാം. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ അങ്ങനെയുള്ള യൂണിറ്റിലാണ്, അങ്ങനെയുള്ള ബിസിനസ് യൂണിറ്റാണ് സിക്ക് ഇൻഡസ്ട്രിയൽ. അവർക്ക് അവരുടെ ഒരു ലോസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ഒരു ലോസ് ആണ് കമ്പനിക്കുള്ളത്, പ്രോഫിറ്റ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഇതിനെയാണ് സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനി എന്ന് പറയാ. അപ്പൊ അവർക്ക് ചിലപ്പോൾ കമ്പനി അല്ലെങ്കിൽ കോടതി എന്ത് ചെയ്യും, ഒരു റിവൈവൽ ആൻഡ് റിഹാബിലിറ്റേഷൻ സ്കീം കൊടുക്കും. ഇത്ര ഡ്യൂറേഷൻ, ചിലപ്പോൾ അവർക്ക് വേറെ ഏതെങ്കിലും കമ്പനിയോട് അമാൽഗമേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മെർജർ ചെയ്യാനോ ഒരു കാലപരിധി കൊടുക്കും. എന്നിട്ടും അത് ഫെയിലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കമ്പനി എന്ത് ചെയ്യും, വൈൻഡിങ് അപ്പിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെയാണ് കമ്പനി എന്ത് ചെയ്യുക, കമ്പൽസറി വൈൻഡിങ് അപ്പിലേക്ക് പോകുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എന്താണ് വൈൻഡിങ് അപ്പ്, എന്തൊക്കെയാണ് വൈൻഡിങ് അപ്പ് ചെയ്യാനുള്ള റീസൺസ് ആൻഡ് ഏതൊക്കെയാണ് സർക്കംസ്റ്റാൻസസ് ഓഫ് കമ്പൽസറി വൈൻഡിങ് അപ്പ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വേറെ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഇൻഫോർമേഷന് പുതിയപ്പോൾ BCom ലെവലിലുള്ള കുട്ടികൾക്കാണ് ഇത് ഉപകാരപ്പെടുക. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ എത്തിക്കുക, അവർക്ക് കൂടിയും ഇൻഫോർമേറ്റീവ് ആവുന്ന രീതിയിൽ അവർക്ക് കൂടിയും എത്തിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.